ലഹരിക്കെതിരായ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് വേദിയൊരുക്കി ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജൂലൈ 18-ന് ശ്രീകണ്ഠാപുരത്ത് സംഘടിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ അതിർത്തി ജില്ല എന്ന നിലയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കണ്ണൂർ ജില്ലയിലേക്കും പല രീതിയിലും ലഹരി വസ്തുക്കൾ എത്തുന്നു എന്നുള്ളത് അടുത്തിടെ നടന്ന പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഹണ്ടിങ്ങിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ നമ്മുടെ അതിർത്തിയിൽ നിന്നും നമ്മുടെ ജില്ലയിലേക്ക്, നമ്മുടെ ജില്ല വഴി മറ്റു ജില്ലകളിലേക്കെല്ലാം ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള വാർത്ത വളരെ ഗൗരവമായി നമ്മുടെ ജില്ലയിലെ പോലീസ് സേന കണ്ടു. അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ അവസരത്തിനൊത്ത് ഉയർന്ന, പ്രത്യേകിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വളരെ ഫലപ്രദമായ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിനോട് സഹകരിക്കുന്ന ജനങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലഹരി വ്യാപനം തടയാൻ പോലീസ് സേനയോ സർക്കാരോ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. പൊതുസമൂഹവും ഓരോ പൗരന്മാരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഈ ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇത് 100% തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ വളരെ വിപുലമായ ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകളൊക്കെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഈ മാസം 18-ന്, ജൂലൈ 18-ന് ശ്രീകണ്ഠാപുരത്ത് തുടക്കം കുറിക്കുന്നത്. ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന ഈ ഓപ്പറേഷൻ തുഫാൻ പ്രചരണ പരിപാടി 18-ാം തീയതി 12 മണിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയാണ്. നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ അതിൽ പങ്കെടുക്കുകയാണ്. 4000-ലധികം ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ 4000-ഓളം പേർ അണിനിരക്കും. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ മഹാറാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫ്ലോട്ടുകൾ, വർണ്ണാഭമായ ബാൻഡ് മേളങ്ങൾ, വാദ്യമേളങ്ങൾ, ഫ്ലാഷ് മോബ് അവതരണങ്ങൾ മഹാറാലിയുടെ പ്രധാന ആകർഷണങ്ങളാകും. മികച്ച ഫ്ലോട്ടുകൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. റീൽ മത്സരവും ക്യാമ്പയിന്റെ ഭാഗമായി UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കും. വിജയികൾക്ക് സമാപന ചടങ്ങിൽ വെച്ച് രമേശ് ചെന്നിത്തല ക്യാഷ് അവാർഡുകളും മൊമെന്റോകളും വിതരണം ചെയ്യും. ലഹരിവിരുദ്ധ സിഗ്നേച്ചറിന്റെ ഭാഗമായി ടൗൺ ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നുണ്ട്. ടൗൺ സ്ക്വയറിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം എസ്തർ അനിൽ, നോർത്ത് സോൺ IG പുട്ട വിമലാദിത്യ IPS, കണ്ണൂർ റൂറൽ SP ഉമേഷ് ഗോയൽ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് IAS, ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാൻ EV രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്കും വ്യാപിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു.